പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ബൈബിൾ തുറന്നാട്ടെ, ആ വചനം എടുത്താട്ടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വളരെ പ്രാവശ്യം നമ്മൾ വായിക്കുകയും കേൾക്കുകയും പ്രൈസ് ദി ലോർഡ് ചെയ്തിരിക്കുന്ന ഒരു വചനമാണ്. എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതുകൊണ്ട് അതിൽ നിന്നും 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് പിന്നെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ വേർതിരിക്കുവാനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 3 കാര്യങ്ങളെക്കുറിച്ചാണ് ആ വാക്യത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം അതിൻ്റെ മുഖ്യമായ ചില കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചിട്ട് ഹല്ലേലൂയ പിന്നീടുള്ള ഭാഗങ്ങളിലേക്ക് വരാമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, 1 യഹോവയുടെ തേജസ്, പ്രൈസ് ദി ലോർഡ്. 2 നിന്റെ പ്രകാശം, ആമേൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 2 കാര്യങ്ങൾ വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്. 1 നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. 1 നിന്റെ പ്രകാശം, 2 യഹോവയുടെ തേജസ്. ഹല്ലേലൂയ. 1 നമ്മുടെ പ്രകാശം, 2 യഹോവയുടെ തേജസ്. ഇത് രണ്ടും നമ്മിൽ പ്രകാശിക്കുവാനായി, അല്ലെങ്കിൽ നമ്മിൽ ഉദിക്കുവാനായി, കുറച്ചും കൂടെ ലഘുവായി പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ടു വരുവാൻ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ തന്നെ പറയുന്നുണ്ട്. അത് ആ വാക്യത്തിൻ്റെ ആരംഭത്തിലാണ്: എഴുന്നേറ്റ് പ്രകാശിക്കുക. അതിൽ എഴുന്നേൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എൻ്റെ പ്രകാശം ഉദിക്കണം, 2 യഹോവയുടെ തേജസ് എൻ്റെ മേൽ ഉദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ഈ പോകുന്ന അവസ്ഥയിൽ നിന്നും എഴുന്നേൽക്കുവാനായിട്ട് തയ്യാറാകണം. നിങ്ങൾ പോകുന്ന ഈ സാഹചര്യത്തിൽ, ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഈ അനുഭവത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായും നിന്റെ പ്രകാശം, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഞാൻ പലപ്പോഴും ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്, എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം, എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അത് നിന്റെ മുന്നേറ്റത്തെയും നിന്റെ മുന്നോട്ടുള്ള ആഗ്രഹത്തെയും ചിലതിനെ പ്രാപിക്കുവാനും, ഞാൻ ഇങ്ങനെ ആയിരുന്നാൽ പോരാ, എനിക്ക് പിന്നെയും ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു അടയാളമാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. സ്തോത്രം. വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റെങ്കിലും മാത്രമാണ് അവന് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. കിടക്കുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റെങ്കിൽ മാത്രമാണ് അടുത്ത ഒരു പടിയിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ഒരു സ്റ്റെപ്പ് അവനെ എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ വേദപുസ്തകത്തെ ശ്രദ്ധിച്ച് പഠിക്കുമെങ്കിൽ ദൈവം തന്നെ പല മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുക.
നീ എഴുന്നേറ്റ് പുറപ്പെടുക. നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ആമേൻ. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രകാശം, ഹല്ലേലൂയ, നിനക്കൊരു പ്രകാശമുണ്ട്. ആ പ്രകാശം നിന്നിൽ തന്നെ ഉദിക്കുവാൻ, ഹല്ലേലൂയ, നിന്നിൽ തന്നെ പ്രകാശിക്കുവാൻ, ഹല്ലേലൂയ, നീ എഴുന്നേറ്റെങ്കിലേ സാധിക്കുകയുള്ളൂ. എഴുന്നേൽക്കുന്നത് മാത്രമാണ് പ്രകാശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, സുവിശേഷ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, കർത്താവ് ചിലരെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ എഴുന്നേറ്റവരുടെ ജീവിതത്തിലെല്ലാം യഹോവയുടെ മഹത്വം അവരിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരിലുള്ള വെളിച്ചം ഉദിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് രണ്ട് വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഒന്ന്, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലാണ് കിടക്കുന്നത്. അവിടെ കർത്താവായ യേശുക്രിസ്തു ഡയറക്റ്റായി ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലർന്നുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരും എനിക്കുമില്ല. അങ്ങനെ നമ്മൾ താഴോട്ട് വരുമ്പോൾ, ഹല്ലേലൂയ, 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, യേശു അവനോട് എഴുന്നേറ്റ്, 8-ാം വാക്യം, എഴുന്നേറ്റ് മതി, നമ്മുടെ വിഷയം അതാണ്. എഴുന്നേറ്റ് നീ കിടക്കുകയാണെങ്കിൽ നിന്റെ പ്രകാശം ഉദിക്കുകയില്ല. ഈ കിടപ്പ് തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഹല്ലേലൂയ, 38 വർഷമായി ഈ മനുഷ്യൻ ഈ കിടക്കുവാൻ തുടങ്ങി. ആഗ്രഹമുണ്ട്, തനിക്ക് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, യേശുവാണ് പറയുന്നത്, എഴുന്നേൽക്കുക. എഴുന്നേൽക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ, നിന്റെ പ്രകാശം നിന്നിൽ ഉദിക്കുവാൻ, നിന്നുള്ള പ്രകാശം വെളിപ്പെടുവാൻ എഴുന്നേൽക്കേണ്ട സമയമായി. എഴുന്നേൽക്കുക. ആ മനുഷ്യൻ എഴുന്നേറ്റു. അവൻ്റെ അവസ്ഥയ്ക്ക് വളരെ വ്യത്യാസമുണ്ടായി. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ കലക്കം കാത്തുകൊണ്ട് കിടന്ന മനുഷ്യൻ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ എഴുന്നേറ്റു, വിടുതൽ പ്രാപിച്ചു. അവൻ ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചതായി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ ഉദിക്കുവാൻ, നിന്റെ പ്രകാശം നിന്നിൽ പ്രകാശിക്കുവാൻ, നീ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ പല വ്യക്തികളെയും സന്ദർശിക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. ഒരു 2 മാസത്തിന് മുൻപ് ഒരു സഹോദരനെ കാണുവാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം ശാരീരികമായ അസ്വസ്ഥതയാൽ കിടപ്പിലാണ്, കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദര, ഇവിടെ നിന്ന് എഴുന്നേൽക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തായാലും ഇങ്ങനെ ആയിത്തീർന്നു, എൻ്റെ അവസാനം ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ, ഇനി എന്നെ ആരും ഉപദേശിക്കേണ്ട, നിർബന്ധിക്കേണ്ട, ഞാൻ ഇങ്ങനെ കിടന്ന് എൻ്റെ ജീവിതം അവസാനിക്കട്ടെ. ഹലോ പ്രിയമുള്ളവരെ, അങ്ങനെ അവസാനിക്കുവാനായിട്ടല്ലല്ലോ ദൈവം നിനക്ക് ജീവനും ആരോഗ്യം തന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചു. നീ എഴുന്നേൽക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്ക് മുൻപോട്ട് പോകുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിന്നിലുള്ള പ്രകാശം, നിന്റെ പ്രകാശം ഉദിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വ്യാപരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് കിടക്കുന്ന വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുവാനായിട്ട് തയ്യാറാണ്. അതുപോലെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുകയാണ്.
അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ അടയാളമായി അത് നമുക്ക് എടുക്കുവാനായിട്ട് കഴിയും. ഇതിൻ്റെ ആഗ്രഹത്തിൻ്റെ അടയാളമാണ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. വീണ് കിടക്കുന്ന ഒരു കുഞ്ഞിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വീണ് കിടക്കുന്ന ഒരു കുഞ്ഞാണെങ്കിൽ അവൻ പെട്ടെന്ന് എഴുന്നേൽക്കും. കാരണം അവൻ അവിടെ വീണ് കിടക്കുകയില്ല. എഴുന്നേൽക്കുവാൻ ആഗ്രഹിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ദൈവം നിന്റെ കൈ പിടിച്ച് നിന്നെ എഴുന്നേൽപ്പിക്കും. എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, വചനത്തിൽ വായിച്ചതുപോലെ നിന്റെ ജീവിതത്തിന് ഒരു വലിയ വ്യത്യാസം നൽകി തരും. നിന്നിലുള്ള പ്രകാശം മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ ദൈവം നിന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. 38 വർഷമായി ഈ മനുഷ്യൻ കിടക്കുകയാണ്, ഒരു മാറ്റവുമില്ലാതെ, ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ ജീവിതം തുടർന്നുകൊണ്ട് നിൽക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ എഴുന്നേൽപ്പാൻ തയ്യാറായതുകൊണ്ട് ഹല്ലേലൂയ, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം. എന്നാൽ അന്ന് ശബത്തിൻ്റെ ആ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കെടുത്ത് നടക്കുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. അവനോട് കിടക്കെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞ മനുഷ്യൻ ആരെന്ന് ചോദിച്ചു. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് താഴെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ 15-ാം വാക്യം വായിക്കുമ്പോൾ, ആ മനുഷ്യൻ പോയി തന്നെ സൗഖ്യമാക്കിയത് യേശു എന്ന് യഹൂദന്മാരോട് അറിയിച്ചു. ഹല്ലേലൂയ. കണ്ടോ, അവൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിലെ ആകമാനം ഒരു മാറ്റം, നിന്നിലുള്ള പ്രകാശം അത് ഉദിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം നിന്നിലേക്ക് വ്യാപരിക്കുന്നത് കാണുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് മടി വിചാരിക്കാതെ, ലജ്ജ വിചാരിക്കാതെ, നീ പോകുന്ന സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നിലുള്ളൊരു പ്രകാശം അത് ഉദിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മഹത്വം നിന്നിലേക്ക് ഇറങ്ങി വരും. ഇനി അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു മനുഷ്യനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് അപ്പോസ്തലന്മാരാൽ നടന്ന ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ 3-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ യോഹന്നാൻ, പത്രോസും യോഹന്നാനും പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്ന ഒരു ഭാഗമാണല്ലോ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസറനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞു. അവനെ വലം കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. നടന്നും തുള്ളിയും ഒക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്, കാലും നരയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. കണ്ടോ, എഴുന്നേൽക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ആ അപ്പോസ്തലന്മാർ പത്രോസും യോഹന്നാനും അവൻ്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ കുതിച്ച് എഴുന്നേറ്റു. അപ്പോൾ തന്നെ അവൻ്റെ കാലിന് സൗഖ്യം ലഭിച്ചു. അവൻ കുതിച്ചും നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവരോടുകൂടെ ദൈവാലയത്തിലേക്ക് പ്രവേശിച്ചു. ദൈവാലയത്തിൻ്റെ മുന്നിലിരുന്ന് ഭിക്ഷ ചോദിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ എഴുന്നേൽക്കുവാൻ തയ്യാറായപ്പോൾ ദൈവ ആലയത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസം കർത്താവ് വരുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ, സ്തോത്രം, നിങ്ങൾ എഴുന്നേൽക്കുവാൻ തയ്യാറാകുന്നു, നിങ്ങളുടെ പ്രകാശം. അങ്ങനെയാണ് നമ്മൾ യെശയ്യാവിൽ വായിച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്, അത് എഴുന്നേറ്റ് പ്രകാശിക്കുക.
നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ പ്രകാശം അത് നിന്നിൽ ഉദിക്കും. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിക്കും. നിന്റെ ജീവിതത്തിന് ആകമാനം ഒരു വ്യത്യാസം വരുന്നത് നിനക്ക് കാണുവാനായിട്ട് കഴിയും. മതി, ഈ ജീവിതം തുടർന്നത് മതി. ഒരു മാറ്റത്തിന് വേണ്ടി നീ എഴുന്നേൽക്കുക. ഒരു അത്ഭുത പ്രവൃത്തി കാണുവാൻ നീ എഴുന്നേൽക്കുക. ഒരു ദൈവ മഹത്വം നിന്നിൽ ഉദിച്ചു വരുവാൻ നീ എഴുന്നേൽക്കുക. നിന്റെ വെളിച്ചം പ്രകാശിക്കുവാൻ നീ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. 2025 4ാം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വാദിക്കുകയാണ്. എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് വളരെയധികം വ്യത്യാസം ഉണ്ടാകുന്നത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ തന്നെ ഹല്ലേലൂയ ഇന്നൊരു വേദഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ എടുത്താണ്ട് 52ാം അധ്യായത്തിൻ്റെ ഗ്ലോറി ടു ഗോഡ് 2ാം വാക്യം വായിക്കുമ്പോൾ, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സ്ത്രീപുത്രി നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുക. ഹല്ലേലൂയ. യെരൂശലേമേ എഴുന്നേൽക്കുക. നീ കിടക്കുന്നത് മതി, നീ കിടന്നത് മതി. നീ എഴുന്നേൽക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ പ്രകാശം ഹല്ലേലൂയ വരും, നിന്നിൽ ഉദിക്കും. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിക്കുവാനായിട്ട് ഇടയായിരിക്കും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. ചെറിയൊരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് അറിയിച്ചത്. വേറൊന്നുമല്ല, നിന്നിലുള്ള പ്രകാശം മറഞ്ഞിരിക്കുകയാണ്. നിന്റെ വ്യക്തിത്വങ്ങൾ മറഞ്ഞിരിക്കുകയാണ്. നീ ആരാണെന്ന് സമൂഹം കാണുവാൻ നിന്നിലുള്ള ദൈവമഹത്വം വെളിപ്പെടേണ്ട സമയമാണ്. ദൈവത്തിൻ്റെ മഹത്വം നിന്നിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. നിന്റെ പ്രകാശം മറ്റുള്ളവർ കാണുവാൻ സമയമാണ്. നീ ആരാണെന്ന് ദേശത്തിൽ വെളിപ്പെടുവാനുള്ള സമയമായി. അതിനുവേണ്ടി നീ ഒരുങ്ങാൻ തയ്യാറാണെങ്കിൽ അതിൻ്റെ ആദ്യ പടിയായി നീ എഴുന്നേൽക്കുവാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചില ജീവിതങ്ങളോട് വിളിച്ചു പറയുകയാണ്, നിന്നെ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. നീ ആരാണെന്ന് നിന്റെ ദേശത്ത് വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ആദ്യ പടിയായി നീ ചെയ്യേണ്ട ഒരു കാര്യം, നീ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്നും എഴുന്നേൽക്കുവാൻ തയ്യാറാകുക. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിന്റെ ആകൃതിക്കൊരു വ്യത്യാസം വരും, നിന്റെ പ്രകൃതിക്കൊരു വ്യത്യാസം വരും, നിന്റെ ജീവിതത്തിന് ആകമാനം ഒരു വ്യത്യാസം കർത്താവ് നൽകി തന്ന് ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ ഉദിക്കത്തക്ക രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ.